ഞാനൊക്കെ ആണെങ്കില് പണ്ടൊക്കെ ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുക അവരൊക്കെ പല കാര്യങ്ങളിലൊക്കെ. ബട്ട് ചാറ്റ് ജിപിറ്റി വന്നോണ്ടൊക്കെ ഈസിയായി. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഈ എസ്ഇഒയിലും അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിലൊക്കെ എഫക്ട് ചെയ്യാ? ഇപ്പത്തെ ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ്. അത് ഏത് റീലില് കാണാം, ചില വ്ലോഗിലൊക്കെ കാണാം. അതെ. എസ്ഇഒയുടെ റെലവൻസി പോവാ, ചാറ്റ് ജിപിറ്റി ഇതുപോലെ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ് വന്നാലും. അതിനൊരു പ്രോപ്പറായിട്ടുള്ള ആൻസർ മീൻസ് ഇപ്പോ സീറോ ബ്ലിങ്കിന്റെ കാലഘട്ടമാണ്. ഗൂഗിളിലായാലും അറിയാം, ഫസ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അവർ ഫസ്റ്റ് ഓർമ്മയിൽ ഒറ്റ വേർഡിൽ ഒറ്റ സെന്റൻസിൽ ആൻസർ തരാൻ നോക്കും. സ്വാഭാവികമായിട്ടും ആ വെബ്സൈറ്റിലോട്ടുള്ള ഒരു ട്രാഫിക് വെബ്സൈറ്റിന്റെ ക്ലിക്ക് കുറയും. ഉത്തരം അവിടെ തന്നെ കിട്ടി. ഇത് അവിടെ തന്നെ കിട്ടി. ഇനി അതിനും ഫർദർ ആയിട്ടുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ ഫർദർ ആയിട്ടുള്ള ക്വയറീസിന് സൊല്യൂഷൻ വേണ്ടിയിട്ടാണ് പിന്നെ വെബ്സൈറ്റിലോട്ട് പോവുക. അപ്പോ ആ ഒരു ചലഞ്ച് അവിടെ മുന്നിലുണ്ട്. എന്നിരുന്നാലും കൂടി നമുക്ക് ഇനിയിപ്പോ എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എസ്ഇഒ നിർത്തി അല്ലെങ്കിൽ എസ്ഇഒ കഴിഞ്ഞ് പറയാനല്ല. നമുക്ക് ചാറ്റ് ജിപിറ്റിയിൽ വേണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ കണ്ടന്റ് റാങ്ക് ചെയ്യിക്കുക, നമ്മളെ കണ്ടന്റ് റിപ്ലൈ കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെയെല്ലാം ബ്രാൻഡ് മെൻഷൻസ് കിട്ടും. ഈ നമുക്ക് വേണമെങ്കിൽ ചാറ്റ് ജിപിറ്റി ചോദിക്കാം. ചാറ്റ് ജിപിറ്റി നമ്മളൊരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ തന്നു. അപ്പൊ ചാറ്റിനോട് ചോദിക്കുക എവിടെ നിന്നാണ് ഈ ആൻസർ കിട്ടിയത്, ചാറ്റ് അതിന്റെ സോഴ്സ് കാണിച്ചിരും. അപ്പൊ അവിടെയൊക്കെ ഒരു ബേസിക്കലി ചാറ്റ് ജിപിറ്റിയില് നമ്മളെ ബ്രാൻഡിന്റെ ഇത് കാണിക്കണമെങ്കിൽ ചാറ്റ് ജിപിറ്റിയോട് ചോദിക്കാം. സോഴ്സ് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയ സോഴ്സ് എവിടെന്നാ ചോദിച്ചാൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി. അതുപോലെ വേറെ ആൾ ചെയ്ത് വെച്ചായിരിക്കുമല്ലോ അത്. സെയിം ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ അത്തരം അത് ചെയ്യുമ്പോ നമ്മളെ ചെയ്യത്തില്ല. ഇതിന്റെ കഴിഞ്ഞു, ഇനി കലക്കം കഴിഞ്ഞ് പറയാനും വരി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. അത്രേ ഉള്ളൂ.